ജനപ്രാതിനിധ്യ നിയമത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹം 2024 ഇവിടെ വോട്ട് നിലനിൽക്കുമ്പോൾ പിന്നെ തദ്ദേശ ഇലക്ഷനിൽ അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം 2024 ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. ഇത് വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 2024 അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ് വാസ്തവത്തിൽ. കാരണം അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ നിന്നുള്ള വോട്ട് അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതായിരുന്നു. അദ്ദേഹം നീക്കം ചെയ്തിട്ടില്ല. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ഇലക്ഷൻ ഈ പരാതി ഉയർന്നു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യിക്കുമെന്ന പ്രസ്താവന നമ്മൾ കേട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി BJP വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ വരുത്തി അവർക്ക് അനുകൂലമായ രീതിയിൽ വോട്ടർ പട്ടികയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന ശക്തമായ ആ ഒരു പരാതി സാധൂകരിക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ജനപ്രാതിനിധ്യ നിയമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ നിയമങ്ങളും BJP നേതാക്കന്മാർക്ക് ബാധകമല്ല എന്നാണോ? ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഒരു സമയത്ത് 2024 ഇവിടെ ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറയുക, 25 അദ്ദേഹം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് പട്ടികയാണെങ്കിലും വ്യക്തി ഒന്നാണല്ലോ. ഇവർ പറയാൻ പോകുന്ന മറുപടി രണ്ട് പട്ടികയാണെന്നാണ്. പട്ടിക രണ്ടാകാം, വ്യക്തി ഒരാളല്ലേ. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടന്നിട്ടുള്ള മാനിപ്പുലേഷൻ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞേ മതിയാകൂ. പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അദ്ദേഹം സാധാരണ ഒരു പൗരനല്ല. പ്രത്യേകിച്ച് ഇത്രയും ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാതി നിലനിൽക്കുമ്പോൾ ആ പരാതി നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം 2 ഇടത്ത് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു കൊല്ലത്തിനകത്ത് 2 ഇടത്ത് പരസ്യമായി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്തത് ഏറ്റവും തെറ്റായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് വരെ പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ബഹുമാന്യമായിട്ടുള്ള സുരേഷ് ഗോപിയെ പറ്റി ഇതുവരെ പറയാത്തൊരു കാര്യം ഞങ്ങൾ പറയേണ്ടി വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയണം. കേന്ദ്രമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കേണ്ടതുണ്ടോ എങ്കിൽ ആ പരാതി ഞങ്ങൾ വീണ്ടും കൊടുക്കും. ഞങ്ങളുടെ പരാതി ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ മുമ്പിലുള്ളതാണ്. ആ പരാതി പരിഗണിച്ചുകൊണ്ട് ഇതിന് മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറയണം.